പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി കഥ പറയും കാറ്റേ ചുരുളഴിയും പൂഞ്ചുഴിയിൽ തെരയൊഴിയാ നേരം ചില്ലുമണി കലവറ കണ്ട തുയിലുണരും പാട്ടിൽ പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി മുത്താണേ കൈക്കൂരുന്നാണേ പൂമയിൽ മീൻപെടപ്പാണേ കടലമ്മ പോറ്റുന്ന പൊൻകുഞ്ഞിനുള്ളൊരമ്മിഞ്ഞ പാലാണേ തെങ്കാറ്റൂരി വളർത്തുന്ന മുത്തിൻ്റെ പുഞ്ചിരി മഞ്ഞാണേ കൈ വളരെ മെല്ലെ കാൽ വളരെ മെല്ലെ അടിമുടി നിൻ ഭൂമി വളരെ കഥ പറയും കാറ്റേ ചുരുളഴിയും പൂഞ്ചുഴിയിൽ തെരയൊഴിയാ നേരം ചില്ലുമണി കലവറ കണ്ട തുയിലുണരും കോണിൽ പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി കാണി കണ്ണിറങ്ങി പൂമ്പൈതൽ കാണി കണ്ണിറങ്ങി പൂമ്പൈതൽ അരയനുള്ളിൽ പറനിറങ്ങി ചാകരക്കോളേ മണലിറമ്പിൽ ചോടുവയ്ക്കണ പൂവണി താളം പൂമ്പാറ്റ ചിറകു വീശിയ വായ് താരികളായി തനനനം 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 ദിനസരങ്ങൾ കോളു കൊയ്യണ കൈ നിറഞ്ഞേരം വല നിറഞ്ഞേ തുറയിലുത്സവനാളുറഞ്ഞേ കഥ പറയും കാറ്റേ ചുരുളഴിയും പൂഞ്ചുഴിയിൽ തെരയൊഴിയാ നേരം ചില്ലുമണി കലവറ
പറമ്പിൽ കടലാടും വിളുമ്പിൽ കൊടുത്തു മുത്തണിയരയെത്തി ഭൂമി മിനുങ്ങി പൂക്കന്നം തിളങ്ങി ചന്തം തുളുമ്പും പൊന്മണിയരയെത്തി അവളെ നുരയഴകാൽ തഴുകും അരയനുള്ളം പതയും കനവിൽ പാൽക്കുടങ്ങൾ നിറവഴിഞ്ഞു കരകവിഞ്ഞു കനവിൽ പാൽക്കുടങ്ങൾ നിറവഴിഞ്ഞു കരകവിഞ്ഞു. കഥ പറയും കാറ്റേ ചുരുളടിയും പൂഞ്ചുഴിയിൽ തിരയൊടിയാ നേരം ചില്ലുമണി കലവറ കണ്ട തുയിലുണരും കോണിൽ പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സഞ്ജയ് ചേച്ചി ബ്യൂട്ടിഫുൾ സഞ്ജയ്. താങ്ക് യു ചേച്ചി, താങ്ക് യു. എങ്ങനെയുണ്ടായി ജൂക്ക് ബോക്സ് റൗണ്ട്? അടിപൊളി. ഇതിന് പുറമെ ബാക്കി സതീഷ് സാറ് തന്ന പാട്ടുകളും പഠിക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ഗുണം കൂടി പാട്ട് ഈ റൗണ്ടിലുണ്ട്. അതിന് സതീഷ് സാറോടും അമൃത ടിവിയുടെ എല്ലാവരോടും നന്ദി. അല്ല കാര്യം പറു, നമ്മളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ പ്രൊഡ്യൂസർ സതീഷ് അത്രയൊരു കഠിനാധ്വാനിയാണ്. അപ്പോൾ സതീഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക കൈയ്യടി. കാര്യം റൗണ്ട്സ് ആണെങ്കിലും പാട്ട് സെലക്ഷൻ ആണെങ്കിലും എല്ലാം സതീഷാണ് ചെയ്യുന്നത്. അപ്പോൾ സതീഷ് ഒരു വണ്ടർഫുൾ പേഴ്സൺ ആണ്, ഒരു ചക്കരയാണ്, ഒരു സ്വീറ്റ് ഹാർട്ടാണ്. അതെ. ഓക്കെ, അപ്പൊ സഞ്ജയ് പറഞ്ഞ വലിയൊരു പോയിന്റ് ഈ ഒരു റൗണ്ട് കൊണ്ട് വേറെ കുറെ പാട്ടുകൾ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു സഞ്ജയ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ചോദിക്കാം. ശരത് സർ. മക്കളെ സഞ്ജയ് സാറേ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് പാടി. ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അതിൽ ഇതൊക്കെ ചേഞ്ചസ് ആണ്. താളവും രാഗവും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് തിരമാല പോലായിരുന്നു. അതെ സാർ, നന്നായിട്ട് പാടി സഞ്ജയ്, വളരെ മനോഹരമായിട്ട് തന്നെ പാടി. എനിക്ക് ആ മഞ്ഞ്, ആ ഫസ്റ്റ് ചരണോ സെക്കൻഡ് ചരണോ എന്തോ മഞ്ഞ്, ആ മഞ്ഞ് വേണം നമുക്കൊന്ന് പാടിയാലോ. ആ പുഞ്ചിരി മഞ്ഞാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനൊരു ക്ലാരിറ്റി ആ സമയത്ത് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതുപോലെ പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര പറയേണ്ട കാര്യമില്ല, വണ്ടർഫുൾ കോറസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്തൊക്കെയാലും മക്കളെ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സെലക്ഷൻ, അതുപോലെ തന്നെ പാട്ടും സൂപ്പറായി പാടി. കോറസിനൊരു വലിയൊരു കയ്യടി. കാരണം അവർക്കായിരുന്നു കൂടുതൽ ടാസ്ക്, ഒരുപാട് വരികൾ അവർക്കായിരുന്നു ഉണ്ടായിരുന്നത് പാടാൻ. നിങ്ങൾ എന്തായാലും നന്നായിട്ട് പാടി കുട്ടികളെ. നമ്മുടെ ഓർക്കസ്ട്ര അടിപൊളിയായിരുന്നു. പിന്നെ മോനെ, എനിക്ക് സാർ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാനും എഴുതി വെച്ചത്. ലാസ്റ്റിൽ എത്തിയപ്പോഴത്തേക്ക് ആ ബേസ് റേഞ്ച് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരാമായിരുന്നു എന്ന് തോന്നി. ക്ലിയർ ആയില്ല. ഇപ്പോൾ സാർ രണ്ടാമത് പാടിച്ചപ്പോഴാണ് ഒന്ന് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊന്ന് സഞ്ജയ് ശ്രദ്ധിക്കണം. സ്പെഷ്യലി ബേസ് റേഞ്ചിൽ വരുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഷാനിക്ക. സഞ്ജയ് സാറേ കാലക്കാടാ. താങ്ക് യു സാർ. ഒന്നാമത് ഒരു ഭയങ്കര പാട്ട്, പാറു പറയുന്ന പോലെ ഒരു വലിയ പാട്ട്. സഞ്ജയ് ഇത് ഈ പറഞ്ഞ പോലെ കോറസിന് ടാസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ സഞ്ജയ്ക്കും ടാസ്ക് ഉണ്ടായിരുന്നു. അത് കലക്കിയിട്ട് പാടി കേട്ടോ. ബാക്കി നീ നന്നായിട്ട് തന്നെ പാടിയേട്ടാ, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സഞ്ജയ്, മാർക്സ് ചോദിക്കാം. ചേച്ചി. സഞ്ജയ്ക്ക് ഈ പെർഫോമൻസിന് മാർക്സ് 9.5. ഓക്കെ ശരത് സർ. സഞ്ജയ് മക്കളെ 9.5 മാർക്സ്.
ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കേ, സോ ടോട്ടൽ 19. സൂപ്പർ. താങ്ക്സ് ചേച്ചി. അങ്ങനെ ക്വാർട്ടർ ഫൈനൽസിലെ ആദ്യത്തെ പെർഫോമൻസിന് കിടിലൻ മാർക്ക് വാങ്ങിയ സഞ്ജയ്ക്ക് ഓൾ ദി ബെസ്റ്റ്.